മരിച്ചാൽ ഖബറിൽ പുണ്യം കിട്ടുന്ന 7 കാര്യങ്ങളുണ്ട്. മൻ അല്ലമ ഇൽമ, ആരാണോ വിദ്യാഭ്യാസത്തിന്റെ സംവിധാനം ചെയ്തത്, ഇൽമു പഠിപ്പിക്കാൻ ഏർപ്പാട് ചെയ്തത്. വിദ്യാഭ്യാസം എന്ന് പറഞ്ഞിടത്ത് ഏതെങ്കിലും അറബി കോളേജ് എന്ന് മാത്രമൊന്നും പറഞ്ഞിട്ടില്ല. അറിവിന്റെ എല്ലാ ഏർപ്പാടുകളും ഈ പ്രകൃതിയെ പഠിക്കുന്ന പടച്ച തമ്പുരാന്റെ വർക്ക് ഓഫ് ഗോഡ്, അതാണ് അറിവ്. അത് ഫിസിക്സ് ആകട്ടെ, കെമിസ്ട്രി ആകട്ടെ, ബയോളജി ആകട്ടെ, അതെല്ലാം ഇൽമാണ്. ആ ഇൽമ് ഇസ്ലാമിക കലാശാലയങ്ങളിലാണ് ഇസ്ലാമിക രാജ്യങ്ങളിൽ കൊർഡോവ യൂണിവേഴ്സിറ്റിയിൽ പഠിപ്പിക്കപ്പെട്ടത്. അവിടെ അറിവിൽ തരംതിരിവുണ്ടായിരുന്നില്ല. അങ്ങനെ മൻ അല്ലമ ഇൽമ, ഇൽമു പഠിപ്പിക്കുന്നതിന് വേണ്ടി വഖഫ് ചെയ്യാം, അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ചു. അതുപോലെ തന്നെ ഔ ജറാ നഹറ, അല്ലെങ്കിൽ സമൂഹത്തിൽ ആവശ്യമുള്ളിടത്ത് ഒരു നദി വെട്ടി കീറി ജനങ്ങൾക്ക് വേണ്ടി ഒരു കനാല് നിർമ്മിക്കാൻ വേണ്ടി വഖഫ് ചെയ്യാം. കനാലിൽ വഖഫുണ്ടെന്നേ, പള്ളിക്കും മദ്രസയ്ക്കും മുസഫിനും മാത്രമല്ല, ഇത് റസൂലുള്ള പഠിപ്പിച്ച വഖഫാണ്. അതുപോലെ തന്നെ ഔ ഹഫറ ബിഅറ, ഒരു കിണർ കുഴിച്ച് ജനങ്ങൾക്ക് പൊതുജനത്തിന് വിട്ടുകൊടുക്ക്. നമ്മൾ ഇതുവല്ലം ചെയ്യണ്ടോ? വഖഫിന്റെ ഭൂമി വെറുതെ ഇട്ടിട്ട് പലപ്പോഴും പല പള്ളി മാനേജ്മെന്റുകളും ജലക്ഷാമം അനുഭവിക്കുമ്പോൾ വേണമെങ്കിൽ ഒരു കിണർ കുഴിച്ചിട്ട് പൊതുജനത്തിന് വിട്ടുകൊടുക്കാമായിരുന്നിടത്ത് അത് കൊടുക്കാതിരിക്കുന്നുണ്ടെങ്കിൽ അവർ ചെയ്യുന്നത് തെറ്റാണ്. അതുപോലെ തന്നെ ഒരു കനാൽ, ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒരു നദിയെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു ജലസേചന പദ്ധതിക്ക് വഖഫിന്റെ ഭൂമിയെ ഉപയോഗപ്പെടുത്താൻ കഴിയുമെങ്കിൽ അത് കൊടുക്കണമെന്ന് മുഹമ്മദ് മുസ്തഫ പഠിപ്പിക്കുകയാ. ഇതാർക്കാ ഉപകാരപ്പെടുക? നദി ഉണ്ടായാൽ, കിണറുണ്ടായാൽ മുസ്ലിമിന് മാത്രം ഉപകാരപ്പെടുന്നതാണോ? വഖഫിൽ മുസ്ലിമിന് മാത്രം ഉപകാരപ്പെടണമെന്നൊരു വ്യവസ്ഥയും പരിശുദ്ധ പ്രവാചകൻ വെച്ചിട്ടില്ല. ഔ ഖറസ നഖ്ല, അല്ലെങ്കിൽ ഒരു പ്ലാന്റേഷൻ ഉണ്ടാക്ക്, വലിയ ഒരു 100 ഏക്കർ അല്ലെ 10 ഏക്കർ പ്ലാന്റേഷൻ, എന്നിട്ട് അതങ്ങനെ തന്നെ വിൽക്കാതെ, അത് പങ്കിട്ടെടുക്കാതെ നിലനിർത്തി അതിന്റെ ഉപകാരം നാട്ടുകാർക്ക് വിട്ടുകൊടുക്ക് മുഹമ്മദ് മുസ്തഫ, ഖബറിൽ പ്രതിഫലം കിട്ടും. ഇതാണ് വഖഫ്. ആർക്കെങ്കിലും അറിയോ ഇതൊക്കെ വഖഫാന്ന്? ഇങ്ങനത്തെ വല്ല വഖഫിനെ കുറിച്ച് നമ്മൾ ആലോചിക്കുന്നുണ്ടോ? നമുക്കിതറിയില്ല. പക്ഷെ ലോകത്ത് ഇത്തരം ഒരുപാട് തോട്ടങ്ങളിൽ, ലക്ഷക്കണക്കിന് ഏക്കർ തോട്ടം വഖഫുകൾ ചെയ്യപ്പെട്ടിട്ടുണ്ട് അറബി നാടുകളിൽ. നിങ്ങൾക്കറിയോ? അങ്ങനത്തെ വഖഫുകളുണ്ട്. ഔ വറസ ഔ ബനാ മസ്ജിദ, അല്ലെങ്കിൽ ഒരു പള്ളി പണിത് കൊടുക്ക്. 6ാമത് പറയാ, അല്ലെങ്കിൽ ഒരു പള്ളി പണിത് കൊടുക്ക്. പള്ളി മോശമെന്നല്ല ഞാൻ പറയണേ. റസൂലുള്ള അതിനു മുമ്പേ 5 എണ്ണം പറഞ്ഞത് ഇവിടത്തെ ഹിന്ദുവിനും ഇവിടത്തെ ക്രിസ്ത്യാനിക്കും ഇവിടത്തെ മുസൽമാനും ഇവിടത്തെ മതമുള്ളവനും ഇവിടത്തെ ഇല്ലാത്തവനും ഒക്കെ ഉപകാരപ്പെടുന്ന പൊതു താല്പര്യമുള്ള 5 കാര്യങ്ങൾ പറഞ്ഞിട്ട്, അല്ലെങ്കിൽ ഒരു പള്ളി പണിതു, വറസ മുസഹഫ, അല്ലെങ്കിൽ ഒരു മുസഹഫ് ആളുകൾക്ക് വേണ്ടി കൊടുത്തു, ഔ തറക വലദൻ യസ്തഗ്ഫിറു ലഹു ബഅദ മൗതി, അല്ലെങ്കിൽ മരിച്ചിട്ട് തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു സന്താനത്തെ വളർത്തിയെടുക്കാൻ ശ്രമിച്ചു, അവനെ ആ നിലയിൽ രൂപാന്തരപ്പെടുത്തിയെടുക്കാൻ ശ്രമിച്ചു.